ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷപന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കന്നിമാസ ഫലമാണ്. അത് എല്ലാ നക്ഷത്രക്കാരുടെയും ഫലം രാശി തിരിച്ചാണ് പറയുന്നത്. 2024 സെപ്റ്റംബർ മാസം 17-ാം തീയതി മുതൽ ഒക്ടോബർ മാസം 16-ാം തീയതി വരെയുള്ള തീയതികൾ 1200 കൊല്ലവർഷം കന്നിമാസം 30 ദിവസമാണ് ഉള്ളത്. ഈ 30 ദിവസത്തെ ഫലം നോക്കുമ്പോൾ മേടം രാശി അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉണ്ട്. വിജയങ്ങൾ വന്നിച്ചേരും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ചേരുകയും നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും അതുപോലെ തൊഴിൽ വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും. സാമ്പത്തികമായ അഭിവൃദ്ധി വന്നു ചേരും. ധനം വിനിയോഗിക്കുന്ന കാര്യത്തിൽ അതീവ ശ്രദ്ധ, ജാഗ്രതയും ആവശ്യമാണ്. പ്രായമായവർക്കും പൊതുവെ നല്ല ഒരു സന്ദർഭമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന ഇടവം രാശിക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു സന്ദർഭമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പെടുന്നതിന് സൂചനയുണ്ട്. ശനിയുടെയൊക്കെ ബന്ധം ഉള്ളതിനാൽ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവരും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവരും ഒക്കെ അതീവ ശ്രദ്ധയും പഠനവും ഒക്കെ ആവശ്യമാണ്. തൊഴിൽപരമായി ചില തടസ്സങ്ങളോ ക്ലേശങ്ങളോ ഈ മാസം സൂചകമാണ്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. പാഴാക്കാതെ ശ്രദ്ധിക്കുക. ആഡംബരങ്ങൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ ഒരു മാസം. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുള്ള ഒരു മാസം. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമായിരിക്കുന്ന കാലമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പലതരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, അത് വിഘടനവാദപരമായിട്ട് അല്ലെങ്കിൽ തൊഴിൽ സംബന്ധമായിട്ട് അകന്നു കഴിയേണ്ടി വരിക, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അകൽച്ച സൂചകമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. യുവതികളായാലും യുവാക്കളായാലും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ്. തൊഴിൽപരമായ വിജയങ്ങൾ വന്നിച്ച് ഉള്ള തൊഴിൽ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കണം. മറ്റൊന്ന് കിട്ടും എന്ന് പറഞ്ഞ് ഉള്ളത് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ രാജിവെച്ചാൽ പിന്നെ ഒരു ജോലിക്ക് കയറുക കാലതാമസം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ച് പണം കടം കൊടുത്തിട്ടുള്ളവർ അത് തിരികെ ലഭിക്കുന്നതിന് ഉള്ള ഒരു മാസവും കൂടിയാണ്. കർക്കിടകം രാശിക്കാരായ പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ദൈവാധീനവും ഭാഗ്യവുമുള്ള ഒരു മാസമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. വ്യാഴത്തിൻ്റെ ഒക്കെ സ്ഥിതി കൊണ്ട് അങ്ങനെയാണ് കാണുന്നത്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കൾ മുഖാന്തരമോ സഹോദര സ്ഥാനീയർ മുഖാന്തരമോ ഒക്കെ ചില അധിക ധനച്ചെലവ് സൂചകമാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അധിക സാഹസികത പാടില്ല ഈ രാശിക്കാർക്ക്. ദേഷ്യമൊക്കെ വളരെ നിയന്ത്രിക്കേണ്ട ഒരു മാസമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് നല്ല വിജയവും വന്നു. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. എന്നിരുന്നാലും തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. കുടുംബപരമായിട്ടും വാഹന സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല കാര്യം. പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലി കിട്ടുവാൻ യോഗമുണ്ട്. ദേഷ്യം വളരെ നിയന്ത്രിക്കണം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. നേത്ര സംബന്ധമായ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടേണ്ടതുമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക്
അനൈക്യതകൾ സൂചകമാണ്. അത് കൂടുതൽ കലുഷിതമാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കുക. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു മാസവും കൂടിയാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം കന്നിരാശിക്കാർ. കന്നിരാശിക്കാർക്ക് ഇപ്പോൾ പൂർണ്ണമായ ദൈവാധീനമുണ്ട്, ഭാഗ്യമുണ്ട്, എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരുന്ന ഒരു മാസമാണ്. തൊഴിൽ പുരോഗതി വന്നു ചേരുകയും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യുന്ന കാലം. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന കാലം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുക. ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് ടെസ്റ്റുകൾ പാസ്സാകുക. കലാകാരന്മാർക്ക് കലാകാരികളായിട്ടുള്ളവർക്കും ഒക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയും നല്ല ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുകയും വിദേശ പര്യടനം നടത്തുകയോ സ്വദേശത്തുമൊക്കെ നല്ല ചാൻസുകൾ ലഭിക്കും. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും ഒക്കെ നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർ അകൽച്ച ഉണ്ടാകുന്നതിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നതിന് സൂചനയുണ്ട്. അതുപോലെ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗവും ഉണ്ടാകാം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാസം. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദവും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ഓരോ കാര്യത്തിലും ആവശ്യമുള്ള സന്ദർഭം. സ്വന്തം നാട് വിട്ടു പോകുന്നവർക്കും നാട് വിട്ട് നിൽക്കുന്നവർക്കും തൊഴിൽപരമായിട്ടും മറ്റ് താമസ സൗകര്യങ്ങളും ഒക്കെ ലഭിക്കും. അതായത് പഠനത്തിനായിട്ട് പോയിരിക്കുന്നവർക്ക് പഠിക്കുന്നതോടൊപ്പം തൊഴിൽ ചെയ്യുവാനും പഠിത്തത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വിജയിക്കുവാനും ടെസ്റ്റുകളൊക്കെ വിജയിക്കുവാൻ സാധിക്കുന്ന ഒരു മാസമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ഒരു സന്ദർഭമാണ്. എന്നാൽ സുഹൃത്തുക്കളെ കൊണ്ട് ചില ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാം. സഹോദര സ്ഥാനീയരെ കൊണ്ടും കടങ്ങൾ വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും വന്നുപെടുവാനും ഒക്കെ സൂചനയുള്ളതിനാൽ അത് ഓരോ കാര്യങ്ങളിലും ഇടപെടുമ്പോൾ, പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണ്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും പൊതുവെ മെച്ചമുള്ള മാസം. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ ആരോഗ്യം തൃപ്തികരമായി, ശ്രേയസ്സും യശസ്സും വന്നിച്ച്. എന്നിരുന്നാലും പിത്തസംബന്ധമായിട്ടോ രക്തസംബന്ധമായിട്ടോ ചില അസുഖങ്ങളൊക്കെ വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങൾ. ഹോട്ടൽ ഭക്ഷണങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവർ നല്ല ഹോട്ടലുകളിൽ നിന്ന് നല്ല ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നിച്ചേരും. പ്രണയഭംഗം ഉണ്ടാകാതിരിക്കുവാൻ വളരെ ശ്രദ്ധിക്കണം. യുവാക്കളായാലും യൗവനയുക്തരായിട്ടുള്ളവരോ മധ്യവയസ്കരോ ഒക്കെ പ്രണയത്തിൽ ചെന്ന് പെട്ടാൽ മാനാപമാനങ്ങളോ അവിഖ്യാതികളും മനസ്സറിയാത്ത കാര്യത്തിന് പോലും വന്നു ഭവിക്കുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത പാലിക്കുക. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ നല്ല ഒരു മാസമാണ്. വിവാഹം ആലോചിക്കുന്ന യുവാക്കൾക്കും മധ്യവയസ്കർക്കും ഒക്കെ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിന് യോഗമുള്ള ഒരു മാസം. വിട്ടുവീഴ്ചയിലൂടെ സാധിക്കാം. തൊഴിൽ പുരോഗതിയും വന്നിച്ചേരും. പഠിച്ച വിദ്യക്കനുസരിച്ച് ഒരു തൊഴിൽ പുരോഗതി വന്നു ചേരുക. സമൂഹ മധ്യത്തിൽ വെച്ച് ഒരു അംഗീകാരം ലഭിക്കുക. അതിനൊക്കെ യോഗമുള്ള ഒരു മാസം. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അതീവ ജാഗ്രത ആവശ്യമുണ്ട്. ഈ മാസം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. ഭക്ഷണ കാര്യങ്ങളിലും ആരോഗ്യ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. കടങ്ങളൊക്കെ വീടുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ ഒരു കാലമാണ്. ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും. ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനുമൊക്കെ യോഗമുണ്ട്. തൊഴിൽപരമായ ചില ക്ലേശങ്ങളും കുടുംബപരമായ ചില പ്രശ്നങ്ങളും സൂചകമാണ്. തൊഴിൽ രംഗത്ത് തൊഴിൽ നഷ്ടപ്പെടാതെ വളരെ ജാഗ്രത പാലിക്കുക. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വീട് വിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് അതിനുവേണ്ടി നടക്കുന്നവർ ഉദ്ദേശിച്ച രീതിയിലുള്ള വില കിട്ടാതെ അത് തടസ്സപ്പെട്ടു പോവുകയോ മാനസികമായ ക്ലേശം അനുഭവിക്കുന്നതിനും സൂചന.
മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ഉത്രാടം 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന മകരം രാശിക്കാർ. ഈ രാശിക്കാർക്ക് പൊതുവെ ദൈവാധീനം ഉള്ള ഒരു മാസമാണ്. ഗൃഹസംബന്ധമായിട്ട്, ഭൂമി സംബന്ധമായിട്ടൊക്കെ വളരെ നല്ലതാണ്. ഭൂമി സംബന്ധമായിട്ടോ ഗൃഹസംബന്ധമായിട്ടോ വാഹന സംബന്ധമായിട്ടോ കടങ്ങൾ വന്നു ചേരുവാൻ സൂചനയുണ്ട്. എങ്കിലും കടങ്ങളിൽ കൂടെ ആയാലും ചില ആഗ്രഹങ്ങൾ സാധിക്കും. വീട് പുതുക്കി പണിയുന്നതോ വാഹനം വന്നു ചേരുന്നതിനോ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ പ്രായമായവർക്കൊക്കെ വളരെ നല്ല ഒരു മാസമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വന്നു ചേരുകയും സുഹൃത്തുക്കൾക്ക് ചില ക്ലേശങ്ങൾ സൂചകമാണ്. സഹോദര സ്ഥാനീയർക്കുമൊക്കെ വാക്കുകൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്ന രീതിയിലുള്ള വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഭാഗ്യഭംഗം, ചില ഭാഗ്യങ്ങൾ കിട്ടാനുള്ളത് ചില ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു വരാതിരിക്കുവാൻ ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കഴിക്കുന്നത് ഉത്തമമാണ്. തൊഴിൽ പുരോഗതികൾ വന്നു ചേരുന്നതുമാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെയുള്ള സന്ദർഭമാണ്. എന്നിരുന്നാലും കണ്ടകശനി, 7ര ശനി ജന്മത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ്. 7ര ശനി കാലമാണ്. അത് ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ പല വിധത്തിലുള്ള ദുഃഖ ദുരിത ക്ലേശങ്ങളോ ഒക്കെ വന്നുപെടുവാൻ സൂചനയുണ്ട്. ജാഗ്രതയോടുകൂടി മുൻപോട്ട് പോവുക. നീരാഞ്ജനം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുക. ശാസ്താവിനെ ഭജിക്കുക. ശനിയാഴ്ച വ്രതം എടുക്കുക. അതൊക്കെ വളരെ നല്ലതാണ്. ഗൃഹസംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും നല്ല ഒരു മാസം. അതുപോലെ തന്നെയാണ് തൊഴിൽ പുരോഗതി വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും. ഭൂമി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. അതുപോലെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ വിട്ടുപോകുന്നതിനും സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുന്നതിനും ഒക്കെ സൂചനയുള്ള ഒരു മാസമാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4ാം പാദവും തൃട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. ആരോഗ്യം പൊതുവെ ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യങ്ങളിലായാലും മെഡിസിൻ കഴിക്കുന്ന കാര്യത്തിലായാലും രോഗമൊക്കെ ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും. അധിക സാഹസികത പാടില്ല. ദമ്പതികളായിട്ടുള്ളവർക്ക് ഏതെങ്കിലും കാരണത്താൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളവർ അത് മൂർച്ഛിക്കാതെ വളരെ ശ്രദ്ധിക്കണം. പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കോടതി കയറുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. തൊഴിൽപരമായ വിജയങ്ങൾ വന്നിച്ച് പുതിയ ഒരു തൊഴിൽ ലഭിക്കുക. സൈനിക, അർദ്ധ സൈനിക വിഭാഗത്തിലേക്കൊക്കെ ശ്രമിക്കുന്ന, പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് അപ്പോയിൻമെന്റ് ഓർഡർ കൈ കിട്ടുന്നതിനോ അല്ലെ ഇന്റർവ്യൂ പാസ്സാകുന്നതിനോ ടെസ്റ്റുകൾ പാസ്സാകുന്നതിനും ഒക്കെ നല്ല യോഗമുള്ള, ഭാഗ്യമുള്ള ഒരു മാസമാണ്. IT മേഖലകളിലായാലും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായാലും ഒക്കെ വളരെ നല്ല ഒരു കാര്യമാണ്. പ്രധാനമായിട്ട് 27 നക്ഷത്രക്കാർക്കും ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്നവർ, ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. ഗോചരഫലം എല്ലായ്പ്പോഴും പൂർണ്ണമായിട്ടും അനുഭവത്തിൽ വന്നുകൊള്ളണമെന്നില്ല. ജാതകാൽ നല്ല അനുഭവമുള്ളവർക്ക് കൂടുതൽ ഭാഗ്യാവസ്ഥകൾ, ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വരികയും ചെയ്യും. അതിന് ജാതകം നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അതായത് പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുക. പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുന്നതും ശാസ്താവിന് വഴിപാടുകളൊക്കെ കഴിക്കുക. അതുപോലെ നാഗരാജാവിന് യഥാശക്തി അനുസരിച്ച് സർപ്പക്കാവിലൊക്കെ പ്രാർത്ഥിക്കുന്നതും ബ്രഹ്മരക്ഷസിന് പാൽപ്പായസം കഴിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ശ്രേയസ് വന്നു ചേരും. ദോഷങ്ങളൊക്കെ മാറുകയും അനുഗ്രഹങ്ങളൊക്കെ ലഭിക്കുകയും സന്തോഷവും ഐശ്വര്യവും ജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ വന്നു ചേരുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.